ലക്ഷ്യം വ്യക്തമായാൽ ജീവിതം വഴിതെളിയും. നമസ്കാരം എല്ലാവർക്കും. 360 ഡേയ്സ് ചലഞ്ചിൻ്റെ 4ാം ദിവസത്തിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യം, നിങ്ങളുടെ ജീവിത ലക്ഷ്യം എന്താണ്? ഈ ചോദ്യം കേൾക്കുമ്പോൾ പലരും കുറച്ചു നേരം ചിന്തിക്കും. കാരണം നമുക്ക് ദിവസവും ഒരുപാട് ജോലികളുണ്ട്. രാവിലെ എഴുന്നേൽക്കുക, കുട്ടികളെ സ്കൂളിൽ വിടുക, ജോലിക്ക് പോവുക, വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുക, ഉറങ്ങുക, അങ്ങനെ ദിവസങ്ങൾ കടന്നു പോകുന്നു. പക്ഷേ ഈ തിരക്കിനിടയിൽ ഒരു നിമിഷമെങ്കിലും നാം ചിന്തിക്കാറുണ്ടോ, ഞാൻ എവിടേക്കാണ് പോകുന്നത്? ഒരു കപ്പൽ കടലിലൂടെ സഞ്ചരിക്കുമ്പോൾ അതിനൊരു ലക്ഷ്യമുണ്ട്. അതുകൊണ്ടാണ് അത് ശരിയായ ദിശയിൽ പോകുന്നത്. പക്ഷേ ലക്ഷ്യമില്ലാത്ത ഒരു കപ്പൽ കാറ്റ് എവിടേക്ക് കൊണ്ടുപോകുന്നുണ്ടോ അവിടേക്ക് ഒഴുകിപ്പോകും. നമ്മുടെ ജീവിതവും അതുപോലൊക്കെ തന്നെയാണ്. ലക്ഷ്യമില്ല. എല്ലാ ദിവസവും രാവിലെ ഉണരുന്നു, കുട്ടികളെ സ്കൂളിൽ വിടുന്നു, ഓഫീസിൽ പോകുന്നു, തിരിച്ചു വരുന്നു, വീട്ടുകാര്യങ്ങൾക്ക് പോകുന്നു, വീട്ടുകാര്യങ്ങൾ നടത്തുന്നു, ഉറങ്ങാൻ കിടക്കുന്നു, വീണ്ടും രാവിലെ ഉണരുന്നു, അങ്ങനെ പോകുന്നു. ലക്ഷ്യമില്ലെങ്കിൽ സമയം ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. വർഷങ്ങളും കടന്നു പോകും. പക്ഷേ ജീവിതത്തിൽ വലിയ മാറ്റമൊന്നും ഉണ്ടാകത്തില്ല. ലക്ഷ്യമെന്നത് വലിയ സ്വപ്നങ്ങൾ മാത്രമല്ല, അത് വളരെ ചെറിയതാകാം. ഈ മാസം ഒരു പുസ്തകം വായിക്കുക, ഒരു പുതിയ കഴിവ് പഠിക്കുക, ഭാരം കുറയ്ക്കുക, ദിവസവും 30 മിനിറ്റ് നടക്കുക, അല്ലെങ്കിൽ ഇതുപോലെ 360 ദിവസം തുടർച്ചയായി ഒരു വീഡിയോ ചെയ്യുക. ഈ ചെറിയ ലക്ഷ്യങ്ങളാണ് വലിയ വിജയങ്ങളുടെ അടിത്തറ. പലരും ഒരു തെറ്റ് ചെയ്യാറുണ്ട്. ഞാനും ആ കൂട്ടത്തിൽ പെടും. അവർ ലക്ഷ്യം മാത്രം നിശ്ചയിക്കും, പക്ഷേ അതിലേക്കെത്താനുള്ള പദ്ധതി തയ്യാറാക്കില്ല. എൻ്റെ കാര്യവും ഏകദേശം അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. ലക്ഷ്യങ്ങൾ മാത്രമുണ്ട്, പദ്ധതികളൊന്നുമില്ല. ഉദാഹരണത്തിന്, എനിക്ക് 10 കിലോ ഭാരം കുറയ്ക്കണം. ഇതൊരു ലക്ഷ്യമാണ്. പക്ഷേ അതിനുശേഷം എന്ത്? ദിവസവും എത്ര നടക്കും? എന്ത് ഭക്ഷണം കഴിക്കും? എത്ര വെള്ളം കുടിക്കും? ഇതൊന്നും തീരുമാനിച്ചില്ലെങ്കിൽ ലക്ഷ്യം സ്വപ്നമായി തന്നെ തുടരും. ഒരു ലക്ഷ്യം നേടാൻ 3 കാര്യങ്ങൾ വേണം. 1, വ്യക്തമായ ഒരു ലക്ഷ്യം. 2, അതിന് വേണ്ടുന്ന ചെറിയ പ്രവർത്തനങ്ങൾ. 3, അത് സ്ഥിരമായി ചെയ്യുക. ഈ 3 കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഏത് സ്വപ്നവും പതിയെ യാഥാർത്ഥ്യമാകും. ഞാൻ ഈ 360 ഡേയ്സ് ചലഞ്ച് തുടങ്ങിയത് ഒരു ലക്ഷ്യത്തോടെയാണ്. ഒരു വീഡിയോ വൈറലാകണമെന്നല്ല, ദിവസവും ഒരു നല്ല സന്ദേശം പങ്കുവയ്ക്കണം. സ്ഥിരത വളർത്തണം, എന്നെ തന്നെ മെച്ചപ്പെടുത്തണം. അതാണ് എൻ്റെ ലക്ഷ്യം. നിങ്ങളുടെ ലക്ഷ്യം എന്താണെന്ന് ഇന്ന് തന്നെ ഒരു പേപ്പറിൽ എഴുതൂ. വെറും മനസ്സിൽ മാത്രം അത് സൂക്ഷിക്കരുത്. എഴുതിയ ലക്ഷ്യങ്ങൾക്ക് കൂടുതൽ ശക്തിയുണ്ട്. അതിനിടയിൽ ഇന്ന് ചെയ്യാൻ കഴിയുന്ന ഒരു ചെറിയ കാര്യം കൂടി എഴുതൂ. ആ ഒരു ചെറിയ ചുവടാണ് നിങ്ങളെ ലക്ഷ്യത്തിലേക്ക് നയിക്കുന്നത്. ഇന്ന് നിങ്ങൾ എവിടെയാണെന്നതിൽ പ്രാധാന്യമല്ല, ഇന്ന് മുതൽ നിങ്ങൾ ഏത് ദിശയിലേക്ക് നടക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ടത്. ഓരോ ചെറിയ ചുവടും ഓരോ ചെറിയ ശീലവും ഒരു ദിവസം വലിയ മാറ്റമായി മാറും. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ ചലഞ്ച്. ഒരു പേപ്പർ എടുക്കൂ, അതിലെഴുതൂ എൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം അതെന്താണെന്ന്. അതിൻ്റെ താഴെ എഴുതൂ, ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന ആ ലക്ഷ്യത്തിന് വേണ്ടിയുള്ള ആദ്യ ചുവടുവയ്പ് അതെന്താണെന്ന്. ഇന്ന് തന്നെ അത് ചെയ്യൂ. നാളെ 2ാമത്തെ ചുവട് വെച്ചാൽ മതി. അങ്ങനെ 3, 4, 5 കുറേ ദിവസങ്ങളാകുമ്പോൾ നമ്മൾ ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരും. നമ്മുടെ സ്വപ്നം യാഥാർത്ഥ്യമാകും. ലക്ഷ്യം സ്വപ്നങ്ങൾക്ക് ദിശ നൽകുന്നു. ചെറിയ പ്രവർത്തനങ്ങൾ ആ ലക്ഷ്യത്തെ യാഥാർത്ഥ്യമാക്കുന്നു. ഡേ 4 ഇവിടെ അവസാനിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. കമൻറ്റിൽ നിങ്ങളുടെ ലക്ഷ്യം എന്താണെന്ന് എഴുതൂ. ഈ യാത്രയിൽ എന്നോടൊപ്പം തുടരാൻ സബ്സ്ക്രൈബ് ചെയ്യൂ. നാളെ വീണ്ടും കാണാം.